ഡോ, താനെന്തിനാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന? ഇതിനു മുമ്പ് താൻ പെമ്പിള്ളേരൊന്നും കണ്ടിട്ടില്ലേ? ആ, കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എന്റെ ഓർമ്മയിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സുന്ദരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. താനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഈ കാര്യം എങ്ങനെ ജമീന്ദാർ അറിഞ്ഞാലുണ്ടല്ലോ. ഡീ, ഇദ്ദേഹം എന്നെ കെട്ടാൻ പോകുന്ന. ഈ കാര്യം നിനക്ക് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? എന്തായാലും ഞങ്ങൾ ഇനി കട്ടൂറുമ്പാവുന്നില്ല. വാടി, നമുക്ക് പോകാം. വാ. ഇവിടെ നിൽക്ക. ഏയ്, വിവാഹം എന്നത് എല്ലാവർക്കും ഒരു ഉത്സവം പോലെയാണ്. അവരുടെ സന്തോഷങ്ങളെല്ലാം അവർക്ക്. പക്ഷെ എൻ്റെ ചിന്ത മുഴുവൻ ലക്ഷ്മിയെക്കുറിച്ചായിരുന്നു. ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാലം കാത്തുകൊണ്ടിരുന്നത്. ലക്ഷ്മിയുടെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അവളെ സ്വന്തമാക്കി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കണമെന്ന് ഞാൻ കരുതി. ഹേയ്, എന്താ ഒന്ന് സംസാരിക്കില്ലേ? ലൈറ്റ് അണയ്ക്കണ്ടേ? എനിക്ക് ലൈറ്റ് ഉള്ളതാ ഇഷ്ടം. അയ്യോ, എനിക്ക് നാണാവും ലൈറ്റ് അണയ്ക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ലൈറ്റ് ഉള്ളതാ ഇഷ്ടം. വേണ്ടെന്ന്. വേണ്ട, ഇതൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. നോക്ക്, ഇതിൽ ഒരു തെറ്റുമില്ല. തെറ്റോ ശരിയോ, പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യില്ല. അത്രയ്ക്ക് ആഗ്രഹം എനിക്ക് ഇത്ര പുറത്തെങ്ങോട്ടെങ്കിലും. സുന്ദരിയായിട്ടുള്ള ഒരുത്തി വീട്ടിലുള്ളപ്പോ ഞാൻ എന്തിനാടി പുറത്തേക്ക് പോകേണ്ടത്? എനിക്ക് പേടിയാവുന്നു. രാത്രിയാവുമ്പോ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുള്ള പേടിയാ. നീ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ ചെയ്യുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. നോക്ക്, നമുക്ക് കല്യാണം കഴിച്ച് തന്നിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടി തന്നെയാണ്. ശരീരത്തിന് ആഹാരം എന്തുമാത്രം ആവശ്യമുണ്ടോ അതുപോലെ തന്നെയാ ഇതും. ലോകത്തിൽ കിട്ടാത്ത എല്ലാ സുഖങ്ങളും നമുക്ക് ഇതിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. ഇതിന് ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചേ മതിയാകൂ.